ഇടുക്കിയിലെ കുട്ടി കർഷകർക്ക് സഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും കുട്ടികളുടെ വീട്ടിലെത്തി 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജോസിൽ സെബാസ്റ്റ്യൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, വലിയ തോതിൽ അംഗീകാരമൊക്കെ ലഭിച്ച കുട്ടി കർഷകരുടെ പശുക്കൾ ചത്തുപോയ ഒരു വാർത്ത, വലിയ സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ സഹായ ഹസ്തങ്ങൾ ഇവർക്ക് ലഭിക്കുകയാണ്. നടൻ ജയറാം അടക്കമുള്ളവർ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാവിധമായ സഹായവും ഒപ്പം പിന്തുണയും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഏതൊരാളുടെയും ഉള്ളിലേക്കുന്ന സംഭവമാണ് ഇന്നലെ വെള്ളിയാമറ്റത്ത് സംഭവിച്ചത്. 2022 സംസ്ഥാന സർക്കാരിന്റെ മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള അവാർഡ് ലഭിച്ച മാത്യുവും സഹോദരൻ ജോർജും ചേർന്ന് വളർത്തുന്ന 13 പശുക്കളാണ് ഇതിനോടകം ചത്തുപോയത്. 5 പശുക്കളുടെ നില ഗുരുതരമായിരുന്നു. അത് അതിജീവിച്ചു വരികയാണ്. ആകെ 22 പശുക്കളെയാണ് ഈ കുട്ടി കർഷകർ വളർത്തിയിരുന്നത്. ആർക്കും വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ കേരള സംസ്ഥാനത്തെ 2 മന്ത്രിമാർ ഈ കുട്ടികളെ സന്ദർശിക്കുന്ന സ്ഥിതിയുണ്ടായി. രാവിലെ 10:30 തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണിയും ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ആളുകൾ കുട്ടികളെ സന്ദർശിച്ചു. ഇൻഷുറൻസ് പരിരക്ഷയുള്ള 5 പശുക്കളെ കുട്ടികൾക്ക് നൽകുമെന്നും അതുപോലെ തന്നെ 1 മാസത്തെ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും മിൽമയുടെ സഹായമായി 45,000 രൂപ ആദ്യഘട്ടമായി നൽകുമെന്നും മന്ത്രി ചിഞ്ചുറാണി പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നടൻ ജയറാം ഇവിടെ കുട്ടികളുടെ വീട്ടിലെത്തി തനിക്കും ഇത്തരത്തിൽ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നും തന്റെ ഫാമിൽ ഇത്തരത്തിൽ പശുക്കൾ ചത്തുപോയപ്പോൾ അതിന്റെ വേദന താൻ അനുഭവിച്ചതാണെന്നും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളുടെ അടുത്തേക്ക് ഓടിയെത്തിയതെന്നും കുട്ടികൾക്ക് 5 ലക്ഷം രൂപ കൈമാറുന്നതായും ജയറാം പ്രഖ്യാപിച്ചു. കാവ്യ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.